ഗുരുവായൂരിലെ ഒരു നമ്മൾ സ്വാഭാവികമായും കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഗുരുവായൂർ ടച്ച് കുറച്ച് കൂടുതൽ മലയാളികൾക്കുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഗുരുവായൂരിൽ റെക്കോർഡ് കല്യാണം നടക്കുന്ന ദിവസമാണ്. അങ്ങനെയുള്ള വാർത്ത നമുക്ക് അറിയേണ്ടതുണ്ട്. ഇന്ന് മാത്രം 437 വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ദേവസ്വത്തിന് കീഴിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതോടെ പുലർച്ചെ മുതൽ വിവാഹങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ഷേത്രം കിഴക്കേ നടയിൽ 1-ാം നമ്പർ മണ്ഡപത്തിൽ ദേവസ്വം ചെയർമാൻ എ.വി. ഗോപിനാഥ് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട് ഗുരുവായൂരിൽ നിന്ന്. ഹരീഷ്, ഇന്ന് ഞായറാഴ്ച പൊതുവെ കല്യാണത്തിന് തിരഞ്ഞെടുക്കുന്ന ഒരു അവധി ദിവസം വേണമെന്നാണ്, എല്ലാവർക്കും പങ്കെടുക്കണം. മാത്രമല്ല ഏറ്റവും കൂടുതൽ മുഹൂർത്തമുള്ള ഒരു ദിവസം കൂടിയായിരിക്കും അല്ലേ? എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? അവിടെ തിക്കും തിരക്കൊക്കെ എങ്ങനെയുണ്ട്? രാജേഷ്, അഖില, ഗുഡ് മോർണിംഗ്. ഗുരുവായൂരാണ് ഇന്ന് ഏറ്റവും പ്രധാനം. ഇന്ന് ഞായറാഴ്ചയാണ്, ഈ ചിങ്ങമാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ്. വിവാഹത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വിവാഹം കഴിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ റെക്കോർഡ് വിവാഹമാണ് ഗുരുവായൂരിലുള്ളത് എന്നുള്ളതാണ്. 437 കല്യാണങ്ങളാണ് ഇന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വളരെ പുലർച്ചെ മുതൽ തന്നെ ഈ 6 നടപ്പന്തലുകളിലും വിവാഹം തുടങ്ങി എന്നുള്ളത് 4 മണി മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഈ വലിയ നടപ്പന്തലിന് സമീപമുള്ള ഈ 6 പന്തലുകൾ, ഈ പന്തലുകളിലായി ഒരേ സമയത്താണ് ഇപ്പോൾ വിവാഹങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പുലർച്ചെ മുതൽ തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ്. ഇവിടെ എത്തിയ ഈ ഒരു വധൂവരന്മാർക്ക് ഇവിടെ എത്തി ഈ ഷീട്ടാക്കിയിട്ട്, ഈ ഒരു വിവാഹം ഷീട്ടാക്കിയ ശേഷം ഈ രസീത് കാണിച്ച് ഈ സെക്യൂരിറ്റിക്കാർ ഓരോരുത്തരെയായി ഇങ്ങോട്ടേക്ക് കടത്തിവിട്ട് ഈ ഒരു മണ്ഡപത്തിലേക്ക് കയറ്റി അങ്ങനെയാണ് ഈ ഒരു വിവാഹ ചടങ്ങുകൾ പുരോഗമിക്കുക എന്നുള്ളതാണ്. ഇത്രത്തോളം വിവാഹം ഒരുമിച്ച് നടക്കുക എന്നുള്ളത് അത് റെക്കോർഡായി മാറിയിരിക്കുകയാണ്. 437 വിവാഹങ്ങളാണ് ഇന്ന് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അത് വളരെ നേരത്തെ തന്നെ പുലർച്ചെ 4 മണിക്ക് തന്നെ ഇത്തരത്തിൽ ഈ വിവാഹങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ഷേത്രം കിഴക്കേ നടയിൽ 1-ാം നമ്പർ മണ്ഡപത്തിൽ ദേവസ്വം ചെയർമാൻ എ.വി. ഗോപിനാഥ് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് വിവാഹങ്ങൾ ആരംഭിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒപ്പം തന്നെ ഈ പുലർച്ചെ നടന്ന ആദ്യ വിവാഹത്തിൽ കണ്ണൂർ തലശ്ശേരി സ്വദേശി ആർണവ് മോഹൻകുമാർ, അതുപോലെ പഴയങ്ങാടി സ്വദേശിനി വിദ്യ ആനന്ദ് രാജിനെ താലി ചാർത്തിയിട്ടാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഈ തുടർന്ന് മറ്റ് 5 മണ്ഡപങ്ങളും ഒരേ സമയത്ത് ഈ വിവാഹങ്ങൾ അരങ്ങേറുന്ന വിവാഹ ചടങ്ങുകൾ പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ്. ഏറ്റവും കൗതുകകരമായ ഒരു കാഴ്ച. അത്രത്തോളം തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ വലിയ ക്രമീകരണങ്ങളാണ് പ്രത്യേകിച്ചും പോലീസിൻ്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉള്ളത്. അതായത് ഈ ഒരു ഇന്നർ റോഡിലൊക്കെ വലിയ രീതിയിലുള്ള പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഗുരുവായൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലും അത്തരത്തിൽ വലിയ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാരണം വലിയ രീതിയിലുള്ള തിരക്ക് ഇന്ന് അനുഭവപ്പെടും എന്നുള്ളതാണ്. അത്രത്തോളം ആളുകളാണ് ഇന്ന് ഗുരുവായൂരിലേക്ക് എത്തുന്നത്. ഇത്രയും വിവാഹങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോൾ തീർച്ചയായും വലിയ ജനത്തിരക്ക്, ഭക്തജനത്തിരക്ക് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ ഒരു കൗതുകം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അത്രത്തോളം ആളുകൾ ഇന്ന് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനു മുൻപും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരുമിച്ചുള്ള വിവാഹങ്ങളൊക്കെ നമ്മൾ ഗുരുവായൂരിൽ കണ്ടതാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ഇത് റെക്കോർഡിലേക്കൊക്കെ എത്തിയിരിക്കുന്നതെന്ന് വേണം പറയാൻ. കാരണം അത്രയും ഈ 437 വിവാഹങ്ങളൊക്കെ ഒരുമിച്ച് ഒരേ സമയത്ത് അടുത്തടുത്ത് നടക്കുന്നത് വലിയ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വലിയ ഭക്തജനത്തിരക്ക്, ഒപ്പം ഈ ഒരു വിവാഹത്തിനെത്തിയ ആളുകളുടെ ഒരു തിരക്ക് എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ശരി, ഹരീഷ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.